ഇതാണ് സിജോ ചേട്ടൻ. ഒരു സർവകലാ വല്ലഭൻ എന്ന് എല്ലാവർക്കും തോന്നും. എന്ത് കാര്യം നോ എന്നൊരിക്കലും പറയില്ല. ആരെന്ത് ചോദിച്ചാലും അത് ശരിയാക്കി കൊടുത്തിരിക്കും. ഇതാണ് ആശ ചേച്ചി, അതായത് സിജോ ചേട്ടൻ്റെ ഒരേ ഒരു ഭാര്യ. എല്ലാ കാര്യവും സ്വയം ചെയ്താലേ ശരിയാകൂ എന്ന ചിന്താഗതിക്കാരിയാണ് ഈ പറയുന്ന ആശ ചേച്ചി. സിജോ, ഈ ടോർച്ച് ഒന്ന് നേരെ എടുത്തത്. ഇത് കുറേ നേരമായി ഞാൻ ഇത് നേരെ ആവാതിരിക്കുന്നു. ഇതൊന്നും ശരിയാക്കി തന്നെ. സിജോ ചേട്ടൻ്റെയും ആശ ചേച്ചിയുടെയും മൂത്ത മകനാണ് ആകാശ്. ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും സംശയത്തോടെ നിരീക്ഷിക്കുന്നവനാണ് ഈ പറയുന്ന ആകാശ്. അവന് ഒരുപാട് സംശയങ്ങളും ഉണ്ട് കേട്ടോ. എന്നിട്ട് വേറെ സംശയമൊന്നും ഇല്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് തങ്ങളുടെ ഇളയ പുത്രൻ ജീവൻ കുട്ടനെയാണ്. അതായത് ആകാശിൻ്റെ ഒരേ ഒരു അനിയൻ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന മനോഭാവമാണ് അവൻ്റേത്. ഉയിരായി മാറവേ നിഴൽ മായവേ. സിജോ, ഈ ടോർച്ച് എന്ന് ശരിയാക്കി തന്നെ. സിജോ, ഇത് കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നല്ല ടോർച്ചായിരുന്നു, ഇത് പിന്നെ പോയി. ഇപ്പൊ ഇത് കത്തുന്നില്ല, എന്നെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് ശരിയാക്കി തന്നെ. ഇതൊന്ന് ശരിയാക്കി തന്നെ പപ്പ, കാണിച്ചു തന്നു. ചെറിയ കാര്യമല്ലേ. ഓക്കെ. ഇതൊന്നും ശരിയാകില്ല. ഒരിക്കലും മോനെ ഇതിന് കൈ കൊള്ളും. അത് തൊട്ടാക്കില്ല. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ശരിയാക്കുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞില്ല അമ്മ വല്ലാതെ ശരിയാക്കി നോക്കാം. സിമ്പിൾ കാര്യങ്ങളല്ലേ. ഇതൊന്നും ശരിയാകില്ല. നീ വെട്ടയില്ല തോന്നല്ലേ, വെട്ടാക്കി ശരിയായിരുന്നു. അമ്മേ അമ്മേ, എനിക്കൊരു ഡൗട്ട്. എന്താ? മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിനകത്ത് ഗുണാകേവിൽ വീണ അവന് കയറിട്ട് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും എന്ന അവസ്ഥ? കയറിട്ട് കൊടുത്തിട്ട് എന്താകുമെന്ന് അവന്റെ അവസ്ഥ. എന്നിട്ട് വേറെ സംശയമൊന്നും ഇല്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തന്നെ വലിയ സംശയം. അമ്മനെ വിട്ടിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. നീ എന്താണ് ചെയ്യുന്ന? അത് മുഴുവൻ തീർത്തു നശിപ്പിച്ചോ? ഇല്ല, നശിപ്പിച്ചില്ല. ശരിയാണ്. ഞാൻ ചെയ്ത് വെച്ചത് എല്ലാം കളഞ്ഞു. എല്ലാം അറിയാവുന്ന പാവം, എപ്പോഴും എല്ലാം എനിക്കറിയാം. അമ്മ എനിക്കറിയാം, അതുകൊണ്ട് വീഡിയോ എല്ലാം പോയില്ല. അതിപ്പോ ആ സാരില്ല, അമ്മ കുടിക്ക്. എല്ലാം കളഞ്ഞു, എല്ലാം അറിയാവുന്ന പാവം.